നമ്മുടെ മാവേലി മാങ്ങ ഉണ്ടായിട്ടില്ലേ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞായിരുന്നേ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പേടിയാണ് അവിടെ വെക്കുമ്പോ ആരാ ഈ ചോദിക്കണെന്ന് സംശയം ചോദിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. ആരുമില്ല. അപ്പൊ ഈ പഴയ ആൾക്കാർക്ക് ഒരുപാട് അങ്ങനെയുള്ള ക്വാളിറ്റി ഉണ്ട്. അവരൊക്കെ മൺമറഞ്ഞ് പോകുമ്പോഴാണ് അവരുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. അത് സീക്രട്ട് ആയിട്ട് പിരിക്കട്ടെ. നിങ്ങള് ഞങ്ങളുടെ എപ്പോഴും ഊണ് വിളമ്പുമ്പോൾ കാണിക്കുന്ന അപ്പ കഴിക്കുന്ന പിക്കിള് മേടിക്കുന്ന പിക്കിളാണ് മിക്കവാറും കാണാറ്. വെളുത്തുള്ളി അല്ലെങ്കിൽ നാരങ്ങ അത് രണ്ടും അല്ലേ മേടിക്കാറ്? അതെ, കാണാറ്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന പിക്കിളുകളൊക്കെ കാണണമെങ്കിൽ ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ, ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ ഇഷ്ടം പോലെ പിക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെമ്മീൻ പിക്കിള് മുതൽ വെളുത്തുള്ളി പിക്കിള് മുതൽ പലതും ഉണ്ട്. നാരങ്ങ ഡേറ്റ്സ് വരെ ഉണ്ട്. അപ്പം നിങ്ങൾക്കത് കാണണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർ ആ പ്ലേലിസ്റ്റ് എടുത്തേച്ച് പിക്കിൾസ് എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ പിക്കിളുകളും കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പിക്കിളിന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. നോമ്പുകാലമായതുകൊണ്ട് ഒരു പുളിയും അതിൻ്റെ കൂടെ ഒരു മധുരമെന്ന് പറയാൻ പറ്റൂല, ഒരു ഐറ്റവും കൂടെ ചേർത്തിട്ടുള്ള ഒന്ന് മാങ്ങ, അതിൽ ഒന്നും ഒരു ക്യാരറ്റ്. അപ്പം രണ്ടും ഓരോന്നേ എടുക്കണുള്ളൂ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ നല്ലെണ്ണയിലല്ല വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കണം. അപ്പം അത് ഈ വെജിറ്റബിൾ ഈ വെജ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുമ്പോൾ മിക്കവാറും ഒക്കെ സ്ഥലങ്ങളിൽ ഈ പിക്കിൾ എല്ലായിടത്തും ഇല്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഈ പിക്കിൾ കഴിച്ചത്, ഏറ്റവും ആദ്യം ഫസ്റ്റ് ടൈം കഴിച്ചത് നമ്മൾ പരുമല പോയിച്ചു വന്നപ്പോൾ തെള്ളകത്തെ ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വെജ് മീൽസ് കഴിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ആ മോഡലിലൊന്ന് ഉണ്ടാക്കുവാണ്. നേരത്തെ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, നോമ്പുകാലം അല്ലേടി, എപ്പോഴും ഈ ഒരു ചാറും ഒരിടത്തും ഒക്കെ ഉണ്ടാവണം. പിന്നെ അപ്പയ്ക്ക് അപ്പയുടെ ആ മേടിക്കുന്ന പിക്കിളാണ് അപ്പ കഴിക്കുന്നത്. അപ്പം നമുക്ക് ഒരെണ്ണം ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തതയുണ്ട് ചെയ്യണേന്, നിങ്ങൾക്ക് കാണാം. അപ്പം ഇത് മേടിച്ച മാങ്ങയാണ്, മൂവാണ്ടൻ മാങ്ങയാണ്. നമ്മുടെ മാവേലി മാങ്ങ ഉണ്ടായിട്ടില്ലേ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു. മാങ്ങ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പറിക്കാറൊന്നും ആയില്ല. മാങ്ങ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാട്ടോ മാങ്ങ. കഴിഞ്ഞ പോലെ ഉണ്ടായ പോലെയുള്ള മണമുള്ള മാവേല് ഒന്നര വിട്ട കൊല്ലങ്ങളെ മാവ് ഇങ്ങനെ ഇപ്പം ഈ കൊല്ലം അതിലുണ്ടായ അടുത്ത കൊല്ലം അടുത്ത കൊല്ലം ഉണ്ടാവൂല. അപ്പം മൂവാണ്ടന്മാവ് തൈമാവേല് ഒന്ന് രണ്ട് മൂവാണ്ടന്മാവേല് കുറച്ച് മാങ്ങ കിടപ്പുണ്ട്. പിന്നെ പറമ്പിൻ്റെ മൂലയിലുള്ള ഒരു മാവേല് കുറച്ച് മാങ്ങയുണ്ട്. അത് ഏതാണ്ട് ഒരു ചെറിയ മൂപ്പായിട്ടുണ്ട്. അത് പക്ഷേ എന്നാന്ന് വെച്ചാൽ കറി വയ്ക്കാൻ കൊള്ളൂല. അത് ഈ പഴുത്താലും ഒരു കടും മധുരമുള്ള കുഞ്ഞിത ഇത്രയുള്ള ഒരു തരം മാങ്ങയുടെ പേരറിയില്ല. അപ്പം അത് നിങ്ങളെ കാണിച്ചു തരാം പടം. ഞങ്ങളുടെ മാവേൽ അതുപോലെ അത്രയൊക്കെ മാങ്ങ ഇത്തവണയുള്ളൂ. അപ്പം മുറ്റത്തിൻ്റെ താഴെയായിട്ട് തന്നെ കിളുത്തിയ ഒരു മൂവാണ്ടമാവുണ്ട്. ഒരു മൂവാണ്ടമാവ് നട്ടത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പാകി ഫുഡ് കവർന്ന ഈ ഗ്രോ ബാഗിൽ വെച്ചിട്ട് അത് പറിച്ച് നട്ടിട്ടുണ്ട്. പിന്നെ 2-3 മൂവാണ്ടമാവുകളുണ്ട്. അതെല്ലാം അപ്പച്ചൻ്റെ കാലത്ത് അപ്പച്ചൻ അമ്മച്ചിയായിട്ട് നട്ടേക്കണതാണത്. എല്ലാം കാലഹരണപ്പെട്ട് വർഷങ്ങൾ ഒരുപാടായില്ല. കാരണം അതിൻ്റെ ഇത്തിക്കണ്ണിയൊക്കെ കയറി മാവുകളുടെ കൊമ്പെല്ലാം വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പറയും അത് നഷ്ടപ്പെട്ട് പോണ സമയത്ത് ഉണങ്ങി അത് പൊക്കോട്ടെ, വെട്ടണ്ടാന്ന് പറയും. അപ്പം അത് കാരണം തൈമാവുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. മൂവാണ്ടൻ്റെ ഒക്കെ തൈമാവ് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ കിളുത്ത മൂവാണ്ടനാട്ടോ. അപ്പം അതിൻ്റെ ചോട്ടിലേക്ക് പോയി ഈ വെയിലടിക്കുന്ന ഭാഗത്തേക്ക് ഒരു കൊലയിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഇത് ചെത്തിയെടുക്കാം. ഇത് മാർജിൻ ഫ്രീയിലെ മാങ്ങയാണ്, ചെത്തിക്കൊണ്ട് വരാം. പിന്നെ ഒരാൾ പറഞ്ഞായിരുന്നേ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കണുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ മാങ്ങ ഈ ശരിക്കും അണ്ടി ഉറച്ച പാകം, അതായത് കാമ്പ് ഇങ്ങനെ വന്ന പാകത്തിന് നന്നായിട്ട് മൂത്ത മാങ്ങ വേണം. പിന്നെ ഒരു സ്വല്പം ഈ നിറം ഇങ്ങനെ ചെനച്ച പോലെ, അതായത് പഴുപ്പല്ല, അങ്ങനെ ഒരു പുളിപ്പിൻ്റെ ഒരു അംശം കുറയാൻ വേണ്ടി സ്വല്പം ഒരു കളർ ചേഞ്ച് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരിയോടെ നല്ലതായിരിക്കും, നന്നായിട്ട് മൂത്തത്. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഞങ്ങൾ അങ്കമാലി മാങ്ങാക്കറി ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. മാങ്ങ പാലി വീഴണമല്ലേ, ഞങ്ങൾക്കും താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങളുടെ ഒരുപാട് ബന്ധുക്കൾ അങ്കമാലി കറുകുറ്റിയിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചാൽ അത് പഠിച്ച് പണ്ട് വീഡിയോയിൽ ചാനലിൽ കാണിച്ചേക്കണം കേട്ടോ. അപ്പം നമുക്കത് തൊണ്ടിയെത്തി എടുക്കാം. എന്നാ വാ, മാവിൻ്റെ ചോട്ടിലേക്ക് പോവാം. ചോട്ടിൽ നിന്ന് അമ്മ അല്പം മാറിയാണ്. ചോട്ടിൽ പറ്റൂല. അതെങ്ങനെയാ ചോട്ടിലേക്ക് പോണ? ഞാലിപ്പൂവൻ കൊലച്ച് നിൽക്കുക. പിന്നെ അപ്പയുടെ പയറ, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. ഇവിടെ നിൽക്കാം. ഇങ്ങനെ സൂം ചെയ്തെടുത്തോ, അതേ നടക്കുള്ളൂ. ചെത്തുവാട്ടോ. അല്ലെങ്കിൽ ഉച്ചയായാലും ഫാൻ ഇട്ടാലും നല്ല ചൂടല്ലേ. അടുക്കളയൊക്കെ ഈ വാർക്ക ഇതായതുകൊണ്ട് ഭയങ്കര ചൂടാന്നേ. ചൂടത്ത് പണിയാൻ ഭയങ്കര പാടാണ്. ഞാൻ മാക്സിമം വേനൽക്കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് അടുക്കളയിൽ എല്ലാ പരിപാടിയും കഴിയും. പിന്നെ ചോറ് വാർക്കാനുള്ളത് പിന്നെ
12-12:30 ആയിട്ട് ചെയ്യുള്ളൂ. അത് വേവിച്ച് വെച്ചേക്കുമല്ലേ, അത് തിളപ്പിച്ച് വാർത്താൽ മതിയല്ലോ. അപ്പം ഭയങ്കര പാടാ അല്ലെങ്കിൽ ചൂട്, ഹ്യൂമിഡിറ്റി. അതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഏരിയ അല്ല ഒരപ്പര അപ്പുറം ഉള്ളതുകൊണ്ട് കാറ്റ് കട്ട് ചെയ്ത് പോകും. ജനൽ എല്ലാം വെന്റിലേഷൻ തുറന്നിട്ടാലും കാറ്റ് കിട്ടൂല. ഫാനിട്ടാലും വലിയ ഗുണമൊന്നുമില്ല, കാറ്റ് ഭയങ്കര പാടാ. നീ പോകാം, ഒരു പടം എടുക്കാം. അങ്ങനെ അങ്ങനെ നിന്നോ. നമുക്ക് പുളിയെടുക്കാം. പുളിയിട്ടത് നടുക്ക് കട്ട് ചെയ്യണം, എന്നാലേ അത് നീളം ഒരേ രീതിയിൽ ക്യാരറ്റിൻ്റെ ഇതിൻ്റെ ആവുള്ളൂ. നമ്മൾ വെളിച്ചെണ്ണ തയ്യാറാക്കണതുകൊണ്ട് ഒരുപാട് എടുക്കണില്ല, ഇത്രേ ഓരോന്നേ 2 എടുക്കണുള്ളൂ. തന്നെയല്ല നമുക്കത് കേടാവുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം, കുഴപ്പമില്ല. ദേ നമുക്കൊന്ന് കട്ട് ചെയ്യാം, നീള ഇത് ചെയ്യാനാട്ടോ അത്. പിന്നെ ദേ തിക്നെസ് ഇതാവാൻ ഉണ്ടോ, നമ്മൾ ചെയ്യണ മെതേഡാട്ടോ. ഇതേ കണ്ടോട്ടോ, അതെ നൂല് പോലെ വേണം. ഓരോന്നോരോന്ന് ചെയ്യാം, എന്നാലും ശരിയാവും. ഇത്രയും പോരെ, ഇതങ്ങ് മാറ്റാം. ഇത് ഇച്ചിരി കട്ട് ചെയ്യാം, ചെറുതാക്കി എടുക്കാം, എന്നിട്ട് അല്ലെങ്കിൽ ചമ്മന്തിക്ക് എടുക്കാം. ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, അതൊക്കെ സ്വന്തം ഇഷ്ടം, നിർബന്ധമൊന്നുമില്ല അങ്ങനെ വേണം. അതെ, നമ്മൾ എന്ത് സംഗതിയും ചെയ്യണം, നമ്മുടെ കിച്ചണിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഷെയർ ചെയ്യണതാണ്. അത് ഓരോരുത്തർക്കുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് ചേഞ്ചസ് വരുത്താം അവരുടെ കിച്ചണിൽ, അല്ലേ? തീർച്ചയായിട്ടും അതങ്ങനെയാണ്. ഞാൻ പറയാറില്ല, നിങ്ങളും ഷെയർ ചെയ്ത് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എന്നാ, അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ശരി. അപ്പൊ ദേ മാങ്ങ എൻ്റെ രീതിയിൽ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തു കേട്ടോ. ഇതിലും ഇച്ചിരൂടെ നൂല് പോലെ ആക്കുവാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഞങ്ങൾ ശൈലിയിൽ നിന്ന് മേടിച്ച സ്ലൈസറിൽ നൂല് പോലെ അരിയാനുള്ള ബ്ലേഡ് ഉണ്ട്. പക്ഷേ ഞാൻ ബ്ലേഡ് ഏതാന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് വേണം. പടത്തിൽ അതിൻ്റെ ബ്ലേഡിൻ്റെ ഇത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ ഇപ്പം സമയം പോയി. പിന്നെ ഈ ഉച്ചയാകുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാന്ന് ഞാൻ പറയാറുള്ളത്. ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചേക്കുവാ ഞങ്ങളുടെ നേരെ ഫാൻ. അപ്പം ഇനി നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്യാം. ദേ അതേ നീളം ഏതാണ്ട് നമുക്ക് ഒപ്പിക്കാം. തിക്നെസ്സും അങ്ങനെ ആയിരിക്കണം, എന്നാലാണ് കറക്റ്റ് ആ വേവ്. ഈ സംഗതി ഇല്ലേ, ഈ മാങ്ങയും ക്യാരറ്റും എടുക്കണത് വേണമെങ്കിൽ ആവിയിൽ വേണ്ടവർക്കൊന്ന് സ്റ്റീം ചെയ്താൽ അപ്പം തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. ഇല്ലെങ്കിലും ഞങ്ങളിപ്പോൾ സ്റ്റീം ചെയ്യാനൊന്നും എടുക്കണില്ല, കാരണം ഓരോന്നേ അല്ലേ 2 എടുത്തിട്ടുള്ളൂ. സാമ്പിളെ എടുക്കണോളൂ, ഉണ്ടാക്കണോളൂ. അപ്പം സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യാം. ഞങ്ങളിങ്ങനെ വഴറ്റിയാട്ടോ എടുക്കാൻ പോണതാ. അപ്പം അതേ ക്യാരറ്റ് കണ്ടോട്ടോ, അതെ ക്യാരറ്റിന് കട്ടി കൂടുതലില്ല, അതുകൊണ്ട് നമുക്കിതേ കുറച്ച് ഇതാക്കാം. മാങ്ങേനേക്കാളും കട്ടി ഉണ്ടല്ലോ ഇതിന്. മതിയോ, നമുക്കരിയാട്ടോ. മാങ്ങയും ക്യാരറ്റും കൂടെ ചേരുമ്പോ നല്ലതാ കോമ്പിനേഷൻ. ക്യാരറ്റ് കുറച്ച് പുളി വലിച്ചെടുക്കും. എനിക്കില്ലേ നഖം ഒന്ന് പോയിട്ട് വന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് പേടിയാ നഖം അവിടെ വെക്കുമ്പോ. നഖം ഇതായിട്ട് വന്നു കേട്ടോ, രണ്ടാമതവിടെ പോയ നഖം. അതെ, ഇനി ഫിംഗർ ക്യാപ്പ് ഇടേണ്ടി വരില്ല. എല്ലാവരും ചോദിക്കും, ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫിംഗർ ക്യാപ്പ് ഞാൻ എന്തിനാ യൂസ് ചെയ്തതെന്നുള്ളത്. മുറിവ് തീരെ ചെറുതായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു നഖം ചെത്തി അങ്ങ് പോയി. അപ്പം നഖം വരുന്നവരെ അവിടെ, അല്ലെങ്കിൽ പിന്നെ സ്കിന്നായിട്ട് ഇങ്ങനെ ഇരിക്കൂല. അതുകൊണ്ട് ഞാൻ പാചകം ചെയ്യുമ്പോൾ ഫിംഗർ ക്യാപ്പ് ഇട്ടുകൊണ്ട് ആ വിരലിലിട്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. വേറെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അത് ഇടേണ്ട ആവശ്യമില്ല, കാരണം നഖം വന്ന് മൂടി അവിടെ. ഇനിയിപ്പം നഖം വളർന്നു തന്നെ, ഞാൻ ആ ഇടത് കൈയിൽ നഖം വളർത്താറുണ്ടല്ലോ. ഇപ്പം അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ നഖം വെട്ടി നിർത്തിയേക്കുക. പിക്കിളിനായതുകൊണ്ടാട്ടോ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചേക്കണേ. പിക്കിളിന് പറയാവോന്ന് എനിക്ക് അറിയില്ല. ഇതിന് ശരിക്കും നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒഴിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ നാള് ഇരിക്കും. ഇത് ഇരിക്കാനില്ല. ഒരു മാങ്ങ ഒരു ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ലെണ്ണ കസ്റ്റഡിയിൽ ഇപ്പൊ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ 1 തരി കടുകും 1 തരി ഉലുവേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടിക്കഴിയുമ്പോ ഉലുവേ കടുക് ഇതിന് ആവശ്യമാണല്ലോ എന്തായാലും. പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. ഞാൻ മറ്റു സംഗതികൾ അരിഞ്ഞു വെച്ചത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു, നേരത്തെ അരിഞ്ഞു വെച്ചതാ. വെളുത്തുള്ളി, പച്ചമുളക്. ഇതിന് എരിവിന് പച്ചമുളകാ ചേർക്കണേ. അതുകൊണ്ട് എരിവുള്ള പച്ചമുളക് കേട്ടോ വാങ്ങിച്ചതാ. നമ്മുടെ പച്ചമുളകൊക്കെ ഏതാണ്ട് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നതാ. ഇഞ്ചി, ഇത് പൊട്ടിക്കഴിയുമ്പോ ഇട്ട് വഴറ്റും. പിന്നെ നമുക്കില്ലേ കളറിന് വേണ്ടി ചേർക്കുമ്പോ ഇച്ചിരി കാശ്മീരി ചില്ലി ചേർക്കാം. അത് വേണം. ഒരു ചെറിയ ഇതിന് ശരിക്കും വൈറ്റ് കളർ പോലെയല്ലേ ഇരിക്കണേ, എന്നാലും
എൻ്റെ ഇതിൽ കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാവരും ഉച്ചസമയം അടുത്തോണ്ട് വന്നു, കറി ഉണ്ടാക്കണ തിരക്കിലായിരിക്കും. എല്ലാ വീടുകളിലും ഉച്ചത്തേക്കുള്ള തിരക്കായിരിക്കും എന്ന് എനിക്കറിയാം. ചില വീടുകളിലൊക്കെ ഉച്ചത്തേക്കുള്ളത് രാവിലെ തന്നെ ആവണവരുണ്ടാവും. ജോലിക്ക് പോണവരുടെയൊക്കെ വീടുകളിൽ 9 മണിയാകുമ്പോഴേ റെഡിയാവും. ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാരും പലരും 9-9:30 ആകുമ്പോഴത്തേക്കും പണികൾ കഴിക്കുന്നവരുണ്ടാവും. ഞങ്ങളും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ കുക്കിംഗ് വീഡിയോസ് ഉള്ള ദിവസം ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളുടെ കിച്ചൺ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ വർക്കായിരിക്കും കേട്ടോ. ഓക്കെ, മുളകിട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇതൊക്കെ എല്ലാവരും ചെയ്യണതാട്ടോ. ഞാനിങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണോണ്ടാണ്. ഞാൻ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പറയണം. നിങ്ങളോട് പറയാറുണ്ട്, ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്, പിള്ളേരെ കുക്കിങ് ചെയ്യണവർ, ജോലിക്ക് പോണവരും ചെറുപ്പക്കാരും ഒക്കെ ആയിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയണത്. പിന്നെ ഇതറിയാവുന്നവരും ഇതിൽ കൂടുതൽ ഇതിനെപ്പറ്റി നോളജ് ഉള്ളവരും ഒക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ ആ ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ബോറിംഗ് ആണെങ്കിൽ അങ്ങ് ഇത് സ്കിപ്പ് ചെയ്തേച്ച് ബാക്കി ഭാഗങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പം പിന്നെ ആ ഭാഗം കാണണ്ടല്ലോ. അതിപ്പോൾ ഈ ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, പുതിയ പുതിയ പിള്ളേർ ഓരോ സംശയം ചോദിക്കും. അപ്പൊ ഇന്നാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആരോ കമന്റിൽ ഇട്ടു, ആരാ ഈ ചോദിക്കണെന്ന്. സംശയം ചോദിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്, ആരുമില്ല. അപ്പൊ ഈ സംശയം ചോദിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത് കേട്ടോ. ഈ കൂടെ ഇച്ചിരി വേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ. ഇനി നമുക്കേ പിക്കിളിന് ഉള്ളതാകുമ്പോ ഇത് കരിയാൻ പാടില്ലല്ലോ. അപ്പൊ അതനുസരിച്ച് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുവാണ്, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു, എന്നിട്ട് എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം ഗ്യാസ് വീണ്ടും ഓൺ ചെയ്യും. അത് ഞാൻ ചെയ്യണ രീതിയായി. ക്രഷ്ഡ് ചില്ലി, അതായത് ചതച്ച മുളക് പൊടിയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് കരിയൂല, അതെല്ലാവർക്കും അറിയാം. ഈ മറ്റ് നൈസായിട്ടുള്ള പൊടികളാകുമ്പോൾ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തേച്ചിടാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തവിയിൽ വെച്ചേച്ച് അതിലേക്ക് ഇടും. അപ്പൊ പിന്നെ അത് കരിഞ്ഞു പോകൂല, അങ്ങനെ ഒരു വിഷയം ഉണ്ടാവൂല. അപ്പൊ ഇത് കാശ്മീരി ആട്ടോ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കുറച്ച് മതി, അതൊരു കളറിന് വേണ്ടിയാ, അതറിയാലോ കളറിന് വേണ്ടിയാന്നുള്ളത്. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാം, ഇച്ചിരി മഞ്ഞപ്പൊടി. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയവും എക്സ്ട്രാ. നാള് ഒരു ആള് പറഞ്ഞു, ഓ ഇത് ഭയങ്കര ഇഷ്ടായി അങ്ങനെ വെച്ച്. ഇത് എന്റെ തിരുമറിയൂര് എന്റെ ഗ്രാൻഡ് മദർ അമ്മ പറയണതാ എപ്പോഴും. അന്നൊക്കെ ചിരട്ടക്കയിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കണതല്ലേ, ഇപ്പോഴത്തെ പല രീതിയിലുള്ളതൊന്നും കിട്ടില്ല. അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ കയ്യിൽ വെക്കും ഈ അച്ചിങ്ങ കൊലത്തെ. ഞാൻ എപ്പോഴും അത് ഓർക്കും അമ്മയുടെ. അതെ, കായപ്പൊടി. അപ്പൊ ഈ പഴയ ആൾക്കാർക്ക് ഒരുപാട് അങ്ങനെയുള്ള ക്വാളിറ്റി ഉണ്ട്, അങ്ങനെയുള്ള സംഗതികൾ ചെയ്യണ. പക്ഷെ നമ്മൾക്ക് പലർക്കും അത് അറിയില്ല. അവരൊക്കെ മൺമറഞ്ഞ് പോകുമ്പോഴാണ് അവരുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ക്വാളിറ്റി അവർക്കുണ്ട്. അവരാ ഇല്ലായ്മ എന്നുള്ള ഓരോ സംഗതികൾ ചെയ്യണത്. അവർക്ക് ആധുനിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പക്ഷെ അവരതിൽ തൃപ്തരായിട്ട് അത് ചെയ്യണേലല്ലേ. ശരിക്കും ഇത് ഭയങ്കര ഇതാട്ടോ, അത് ഭയങ്കര ഇതാത്. ഇപ്പൊ എന്തുമാത്രം സൗകര്യവും ഓരോ ഇതുമൊക്കെ അതിലല്ലേ നമ്മൾ കിടന്ന് ചെയ്യണത്. അപ്പൊ ഇനി ഗ്യാസ് ഓൺ ചെയ്യുക. ഓൺ ചെയ്തേച്ച് പൊടികൾ അതിലേക്ക് ചേർക്കും കേട്ടോ. ദേ നമുക്ക് പൊടികൾ ഇടാം. ഇനി കുഴപ്പമില്ല, അന്നേരം ദേ ഈ കയ്യിലിരിക്കണതാവാൻ ദേ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി. ഇതൊക്കെ ഇതിലേക്ക് കുക്കിങ്ങിൽ ഒരു ഭാഗമാട്ടോ. അത്ര വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ സംഭവമായിട്ടുള്ളവർക്ക് അതൊരു സംഭവം ആയിരിക്കും. സിമ്പിൾ പക്ഷെ ചിലപ്പോ സിമ്പിൾ തിങ്സ് നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമാണ്. അത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നേരിൽ കാണുമ്പോൾ പറയും ടിപ്സ് ഒരുപാട് അവർക്ക് കിട്ടുന്നുണ്ട്, അവർക്ക് ഭയങ്കര അനുഗ്രഹം, അവരത് ഫോളോ ചെയ്യാറുണ്ടെന്നാ കമന്റിലും വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സ്റ്റോപ്പുകളിലൊക്കെ വെച്ച് കാണൂലേ, ബസ്സുകളിലും ട്രെയിനിലും ഒക്കെ കാണുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും, ഇത് മതി, ഇടേണ്ട സമയമായി. ഇട്ട് കുറെ വഴറ്റണം. ഇത് നമ്മൾ ആവിയിൽ വേവിക്കണില്ലല്ലോ. ഇത് സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇതായി കിട്ടും. ഞാനിപ്പോൾ അത്രയ്ക്കുള്ള സംഗതി ഇത് ഇല്ലല്ലോ, ഇത്രയല്ലേ സംഭവം ഉള്ളൂ. പിന്നെ വേണമെന്നുള്ളവർക്ക് ഞാൻ ചെയ്യണില്ല, വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒരു ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്വല്പം വെള്ളമയം കിട്ടും. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം മാങ്ങേന്ന് വെള്ളം ഇറങ്ങും. നമ്മൾ അങ്ങനെ വെച്ചിരിക്കാൻ മാത്രമുള്ള സംഗതി ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ പല സംഗതിയും പറഞ്ഞ ഒരു സംഭവം മറന്നിട്ടുണ്ട്. എന്നാന്ന് പിടികിട്ടിയോ? ഉപ്പ്. അതെന്നാന്നോ, ക്യാരറ്റും മാങ്ങയും കൂടി അരിഞ്ഞേച്ച് വേണമെങ്കിൽ ഉപ്പ് തിരുമ്മി വെക്കാം. ഞാൻ ഈ ചോപ്പറല്ല ഈ ഇതിൽ തന്നെ ചോപ്പിംഗ് ബോർഡിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ഉപ്പ് തിരുമാൻ നോക്കിയില്ല. പിന്നെ ആ പാത്രവും കഴുകണ്ടേ, അത് കാരണം എന്നൊക്കെ ഇച്ചിരി മടിയുണ്ടോ. അത് കാരണം ദേ നോക്കിക്കേ, ചെറുടെ ഇട്ടേക്കാം, മാങ്ങയ്ക്ക് പുളി ഇറങ്ങൂലേ. പിന്നെ ഒരുപാട് പുളിന്ന് തോന്നുവാണെങ്കിൽ ചേർക്കണുണ്ടെങ്കിൽ പറയാം, ഇച്ചിരി പഞ്ചസാരയോ ശർക്കരയോ ചേർത്താൽ നല്ലതായിരിക്കും പുളി. പക്ഷെ ഇതിന് പുളി ഉണ്ടാവൂല, കാരണം മാങ്ങ ഒരുവിധം മൂത്തതാ.
ഈ പാകത്തിനുള്ള മാങ്ങായും കൊണ്ട് അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാം. അതെ, കുഴപ്പമില്ല. ഞാനത് ഓർത്തു. കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച വേണമെങ്കിൽ ഉണ്ടാക്കാം. ഈ ആഴ്ച മാങ്ങയും കൊണ്ട് ഞാൻ വെള്ളരിക്ക മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളരിക്കയും മാങ്ങയും ചക്കക്കുരുവും കൂടിയാണ് സാധാരണ കോമ്പിനേഷൻ കറി വെക്കണത്. പക്ഷെ ഞങ്ങൾ ചക്കക്കുരു ഞങ്ങൾക്കായിട്ടില്ല. പകരം വെള്ളരിക്കയും മാങ്ങയും ഇടണ കൂടെ ഒരു കുഞ്ഞു സാധനം ഇടണുണ്ട്. ഇവിടെ ഉണ്ടായത്, അത് നിങ്ങളെ കാണിക്കാൻ ഇടുമ്പോ. അത് സീക്രട്ട് ആയിട്ട് ഇപ്പൊ ഇരിക്കട്ടെ. ഇനി ഒന്ന് ആവിയിൽ ഇതാവട്ടെ കേട്ടോ. വെള്ളം ഇറങ്ങി വരും. അപ്പൊ ദേ ഞങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്റ്റീം ചെയ്തൊന്നും ഇത് എടുത്തില്ല. പക്ഷെ ഇത് നൈസായിട്ട് അരിഞ്ഞുകൊണ്ട് ഓൾറെഡി കുക്കായി. ഇനി എന്നാന്നോ ചെയ്യണ്ടേ, ഇതിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ ഒരുപാട് ഇതാവും. നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് ഡിസ്പ്ലേ കാണിക്കാം. എന്നിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലാക്കാം. കുപ്പിയിലാക്കാനൊന്നുമില്ല, ആ ബൗളിൽ വെച്ചിരുന്നാലും 2 ദിവസം കൊണ്ട് തീരും. അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കാം ഏത് ബൗളാന്ന്. 2-3 ബൗളിങ് എടുത്തോണ്ട് വരാം. എന്നിട്ട് അതിൽ ഏതിലാ വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് മറ്റേ ഉപ്പ് പോരെ, എല്ലാം പാകാം. എന്നാന്നോ ഇറങ്ങിക്കോളും. ഈ പുളി ഇറങ്ങമ്പേ ഇത് കറക്റ്റ് ആയിക്കോളും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് നല്ലതാട്ടോ, ഡിസ്പ്ലേ കാണിക്കാം. അല്ല എനിക്ക് ഇത് ഇഷ്ടമാണ്. ചോറിന്റെ കൂടെ നീ പറഞ്ഞ പോലെ ഒരു പുളിപ്പൊക്കെ വന്നു കഴിയുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് ഡിസ്പ്ലേ എടുക്കാം. ഞാൻ 2 ബൗൾ എടുത്തപ്പോൾ ഇവിടെ പറഞ്ഞു വൈറ്റിൽ എടുക്കുക നല്ലേന്ന്. വൈറ്റ് ആയിരിക്കും അട്രാക്ഷൻ. അതെ അതെ. ഞങ്ങളിത് ചൂടുവെള്ളമൊന്നും ഒഴിച്ചില്ല, കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഗ്രേവി അല്ല വെള്ളമായിട്ട് ഇതിന് വേണ്ട. അങ്ങനെ വറ്റിയിരിക്കണം താല്പര്യം. പിന്നെ നല്ലെണ്ണ ആണെങ്കിൽ ഇച്ചിരി നല്ലെണ്ണ മീതെ മൂപ്പിച്ച് ഒഴിച്ചാലും നല്ലത്. അപ്പം നല്ലെണ്ണ അല്ല വെളിച്ചെണ്ണയാന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇത് 2 ദിവസം കൊണ്ട് സംഭവം തീരും. അപ്പം ഞാൻ എന്നാന്ന് വെച്ചാൽ ഇത് ഇതിലാക്കി വെച്ച് പൂത്ത് പോവാതിരിക്കാനായിട്ട് ഉപയോഗിച്ചതിന് ശേഷം വൈകുന്നേരം ഞാനത് ഫ്രിഡ്ജിട്ട് അങ്ങ് വെക്കും. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. 2 ദിവസം കൊണ്ട് പരിപാടിയും തീരും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാം, നോയമ്പ് തീരുന്നവരെ. സെറാമിക് ആയതുകൊണ്ട് അതിലേക്കൊന്നും പിടിക്കൂല. കുഴപ്പമില്ല. അപ്പൊ ഇതിൽ തന്നെ ഇരിക്കട്ടെ. ഫുഡ് കവർ ഇട്ടങ്ങ് മൂടിയേക്കാം. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയിലേക്ക് കയറാം. ഇവിടെ എല്ലാം ക്ലീൻ ആക്കണം. അതിനുശേഷം അടുത്ത പരിപാടി. അപ്പൊ നീ എഡിറ്റിംഗ് ഉച്ചത്തേക്കുള്ളവല്ലോ നോക്കിക്കോ, ഞാൻ നിന്നെ വിളിക്കാം. ചീൻചട്ടിയും ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഇടാൻ പോണത് ഇന്നൊരു സ്പെഷ്യൽ തൊടുകറിയാ. ചാറല്ല, ഉലർത്തല്ല, അല്ലേ, മെഴുക്കുരട്ടിയല്ല, തോരനല്ല, ക്യാരറ്റ് മാങ്ങ തൊടുകറി അല്ലെങ്കിൽ പിക്കിൾ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ പിക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പേരിടാം. നല്ലെണ്ണയല്ല, വെളിച്ചെണ്ണയാണ്. കാരണം ഉദ്ദേശിച്ചില്ല. അത്രേ ഉള്ളൂ, ഇത്രയല്ലേ അളവുള്ളൂ. ഇടാം. അപ്പയ്ക്ക് എത്ര കണ്ട് ഇഷ്ടാവൂന്ന് അറിയില്ല. കുറച്ച് ഏതായാലും ഇട്ടേക്കാം. അപ്പയ്ക്ക് ഇഷ്ടമാണത്. പിന്നെ പ്രിയപ്പെട്ടതല്ലാന്ന് തോന്നുന്നു. ഹോട്ടലിൽ നിന്ന് അപ്പ അന്ന് ഊണ് കഴിച്ചപ്പോ കഴിച്ചതാ. എനിക്ക് പ്രിയപ്പെട്ടതാ. അത്രയും മതി കേട്ടോ. എനിക്ക് കുറച്ച് മതി. തോരനുണ്ടല്ലോ, ഇത് മതി. കുറച്ച് പുളിയുള്ള കറികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു അച്ചാർ മാത്രം മതി കേട്ടോ ഊണ് കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഇത്തിരി പുളിയുള്ള ഐറ്റംസൊക്കെ ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അതുകൊണ്ട് എനിക്ക് വേറെ കറി ഒന്നും വേണമെന്ന് തോന്നിയില്ല. ഉഗ്രം ടേസ്റ്റായിരുന്നു. പിന്നെ ക്യാരറ്റ് ചേർന്നത് കൊണ്ട് തന്നെ മാങ്ങയുടെ പുളി ഇത്തിരി അത് വലിച്ചെടുത്തു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഓവർ പുളിയൊന്നും ഫീൽ ചെയ്തില്ല. എന്നാലും മാങ്ങയുടെ ആ ഒരു ആവശ്യത്തിനുള്ള പുളി ഉണ്ട് കേട്ടോ. ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നൊയമ്പ് കാലത്തൊക്കെ ഇതുപോലുള്ള ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ഇത് മാത്രം തൊട്ടുകൂട്ടിയാൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ശരിക്കും തൊട്ടുകൂട്ടാനുള്ളതാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഞാനതൊരു കറി പോലെ കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമായി, അമ്മയ്ക്കും ഇഷ്ടമായി. അപ്പയ്ക്ക് അത്ര ഇഷ്ടമായില്ല, കാരണം പുളി അപ്പയ്ക്ക് ഇഷ്ടമല്ല.